പ്രൊഫസർ റോണിക്ക് ബേബി, എന്റെ ചോദ്യം കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആരോപണം അത് വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹം മുൻപ് നിയമസഭയിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി കേസ് കൊടുത്തത്. പേരെടുത്തുള്ള ആക്ഷേപമായിരുന്നു, അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരുന്നു. ഇന്ന് രാവിലെയും വി ഡി സതീശൻ പറയുന്നത് കടകംപള്ളിക്ക് ഇതുമായി ബന്ധമുണ്ട്, പോറ്റിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന തെളിവുകൾ എന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. ആ തെളിവുകൾ കോടതിയിൽ കൈമാറാൻ എന്താണ് അദ്ദേഹത്തിന് മടി? കോടതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങേണ്ട സാഹചര്യം എന്താണ്? ഇവര് തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നതും സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യത്തിലാണ് കടകംപള്ളിയുടെ മാനനഷ്ട കേസ്, പറയാത്ത കാര്യത്തിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണം കട്ടോണ്ട് പോയി എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ അസന്നിഗ്ധമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ പറയാം, ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ളൊരു മനസ്സറിവ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ഒരു കാര്യം ഇവിടെ കൃത്യമായി ബഹുമാനോട് VPP മുസ്തഫയോടും ഡോക്ടർ ലാലിനോട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ 90 ദിവസം ആകാൻ പോവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ട്. 90 ദിവസത്തിനകം പ്രൊഫസർ റോണിക്ക് ബേബി, കടകംപള്ളി അപ്പോൾ ഇത് കട്ടുകൊണ്ട് പോയി എന്നുള്ളത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമില്ല, അങ്ങനെ വിശ്വസിക്കുമെന്നുമില്ല. പക്ഷേ കടകംപള്ളി ആ കാലത്ത് ദേവസ്വം മന്ത്രി ആയിരുന്നതുകൊണ്ട് മറുപടി പറയണം. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണ്. അതിനെ തുടർന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറയുന്ന SITയുടെ റിപ്പോർട്ടിലും കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കും അന്വേഷണം പോകണമെന്നും അതിൽ അനധികൃതമായി പലതും നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ്, അദ്ദേഹത്തിനോട് ചോദിക്കാൻ കഴിയില്ല. അജയ് തറയിൽ ഇപ്പോഴും ഉണ്ട്. അതിലേക്ക് കൂടി അപ്പോൾ അതെന്താണ് നിങ്ങൾ അഡ്രസ് ചെയ്യാത്തത്? അതുകൂടി പറയൂ, അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആവും. ഇപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ പുറത്തു വന്നില്ലേ? ഇനിയും ദേശാഭിമാനിയും കൈരളി ടിവിയും CPM ആ വിഷയത്തിൽ തൂങ്ങേണ്ടതുണ്ടോ? SIT കൊടുത്ത റിപ്പോർട്ടിന്മേലുള്ള ഹൈക്കോടതിയുടെ റിവ്യൂ താങ്കൾ വായിച്ചിട്ടില്ല. അതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ CPM അവിടെ ഈ പറയുന്ന പ്രശ്നം വെക്കുന്ന കാര്യത്തിലും ഒന്നും CPMന്റെ സഖാക്കന്മാർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്നത്തിലാണ് കൃത്യമായി തന്നെ കൊടിമരം മാറ്റണം. എന്റെ ഡേറ്റ് പറയാം. അവിടെ CK ഗോവിന്ദൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ആ ഈ പറയുന്ന ദേവപ്രശ്നം വരുന്നത്. ആ ഭരണസമിതിയാണ് ഇത് തീരുമാനിക്കുന്നത്. പിന്നീട് നടപ്പാക്കുന്നതാണ് 2017 ഇപ്പോൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തിൽ. ഇത് വളരെ കൃത്യമായി ആ ആളും അതിനകത്തുണ്ട്. അന്ന് ഈ പറയുന്ന ഈ ചടങ്ങ് നടക്കുമ്പോൾ ഈ വാജിവാഹനം എന്ന് പറയുന്ന പരമപുണ്യമായിട്ടുള്ള ആ സാമഗ്രികൾ ഇത് തന്ത്രിക്ക് കൈമാറുമ്പോൾ അത് കൃത്യമായി ദേവപ്രശ്നത്തിനുള്ളതാണ്, ആചാരപരമായിട്ടുള്ളതാണ്. അതിന്റെ ഉടമ എന്ന് പറയുന്നത് ഇങ്ങനെ ലോക രീതിയിലുള്ള ഇതുപോലെയുള്ള ശേഷിപ്പുകളുടെ കസ്റ്റോഡിയൻ ഉടമസ്ഥത എന്ന് പറയുന്നത് തന്ത്രിക്കാണ് എന്ന് വളരെ തന്നെ ആചാരത്തിലുള്ളതാണ്. അവിടെ എന്താണ് പ്രയാർ ഗോപാലകൃഷ്ണൻ അനുമതി കാണിച്ചത്? അതിലെന്താണ് ഈ പറയുന്ന ഞങ്ങളുടെ അജയ് അപ്പോൾ ആ ചോദ്യം നമ്മൾ കോടതിയിലേക്ക് കൈമാറേണ്ടി വരും.